പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ്. കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ. ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. എങ്കിലും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് വിവരവും നമുക്കറിയാം. നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോം ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട്. ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോം ടി വിയിൽ നിന്ന് യഥാസമയത്ത് നിങ്ങളിലേക്ക് ഇത് എത്തുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ശാലോം ടി വിക്കും ഒപ്പം നമ്മുടെ മതബോധന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്, കൃതജ്ഞത പറയുകയാണ്. കാരണം ശാലോം ടി വിയിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രവിക്കുവാനും സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ്. നമ്മുടെ അവകാശമാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ്, ഒപ്പം നമ്മുടെ കടമയുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം. അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും, നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെത്തുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല യേശോ തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുരക്ഷിതരായി വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ? അതെ അല്ലേ? നിങ്ങൾ ഒരു പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ച സമയമാണിത്. അതായത് 6-ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് എല്ലാവരും 7ലേക്ക് എത്തി അല്ലേ? അതായത് പഠനത്തിൻ്റെ പുതിയൊരു ഘട്ടമാണ് നിങ്ങളിപ്പം ആരംഭിക്കാൻ പോകുന്നത്. ആ പുതിയ ഘട്ടം നമ്മളിപ്പോൾ തുടങ്ങുവാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം അല്ലേ? പ്രാർത്ഥനയോടുകൂടി വേണ്ടേ എല്ലാ കാര്യങ്ങളും ആരംഭിക്കാൻ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരുണയിൽ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ ഈ ദിവസത്തെ പരിപൂർണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധി നിറഞ്ഞ മറ്റുള്ളവർക്ക് മാതൃകയായ നല്ല മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലേ? ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സന്തോഷമായിട്ട് വീട്ടിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ചെറിയ ചില സങ്കടങ്ങളൊക്കെ കാണും. പുറത്തൊന്നും പോകാനും സ്കൂളിൽ പോകാനും ഒന്നും പറ്റുന്നില്ലല്ലേ? വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ? വിശ്വാസ പരിശീലനം നടത്താൻ ദേവാലയത്തിൽ പോയി വിശ്വാസ പരിശീലനം നടത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും സാധിക്കാത്തതിൻ്റെ ചെറിയ വിഷമമൊക്കെ കാണും നിങ്ങൾക്കല്ലേ? സാരമില്ല കേട്ടോ, പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം വേഗം ശരിയാകും. പ്രാർത്ഥിക്കുന്നതോടൊപ്പം എന്തു ചെയ്യണം?
നമ്മുടെ ഡോക്ടേഴ്സും ഗവൺമെൻറ്റും ഒക്കെ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. വേണ്ടേ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവർ നമുക്ക് തരുന്നേ? പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം. പിന്നെ എന്താണ്? പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവർ തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം പുറത്ത് പോകാൻ, അല്ലേ? മാസ്ക് യൂസ് ചെയ്യണം, സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ട്. അതായത് ഈ നിർദ്ദേശങ്ങളൊക്കെ അവർ നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? അല്ലല്ലോ. അല്ലല്ലേ. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെയും നമ്മുടെ നാടിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ മറ്റുള്ളവർ തരുന്നത്. അപ്പോൾ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിച്ചില്ലെങ്കിലോ എന്ത് സംഭവിക്കും? നമുക്ക് അപകടങ്ങൾ ഉണ്ടാവും, അല്ലേ? നമ്മൾ രോഗബാധിതരായി തീരും. അതുപോലെ നിങ്ങൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ചിഹ്നങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ട്രാഫിക് റൂൾസ് ഒക്കെ, അല്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? സുരക്ഷിതമായി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി, അല്ലേ? അപ്പം എല്ലാ മേഖലകളിലും, ഏത് മേഖലയിലാണെങ്കിലും നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവയാണ്, അല്ലേ? നിർദ്ദേശങ്ങൾ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ളവയല്ല. പിന്നെയോ നമ്മുടെ സുരക്ഷയ്ക്ക്, നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളവയാണ് നിർദ്ദേശങ്ങൾ. അപ്പോൾ ഈ കൊറോണയെക്കാളും നമ്മുടെ മറ്റെന്തെല്ലാം അപകടങ്ങളെക്കാളും വലിയൊരു അപകടമുണ്ട്. വലിയൊരു അപകടം. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? പാപം, അല്ലേ? പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് രോഗത്തെക്കാളും വലിയ രോഗമാണ്, എന്ത് അപകടങ്ങളെക്കാളും വലിയ അപകടമാണ്. അപ്പോൾ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? വേണ്ടേ? അപ്പോൾ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൃഷ്ടാവായ ദൈവം നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ പാപത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ നമ്മൾ പാപത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്തൊക്കെയാ? നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ടീച്ചറിന് അറിയാം. എന്താണ്? 10 പ്രമാണങ്ങൾ, അല്ലേ? ആ 10 പ്രമാണങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ദൈവം എന്താ പറഞ്ഞത്? ഈ പ്രമാണങ്ങൾ അനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് പറ്റും, അല്ലേ? നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് നിത്യജീവൻ പ്രാപിക്കാൻ. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രമാണങ്ങൾ അനുസരിക്കണം. അപ്പോൾ പ്രമാണങ്ങൾ അനുസരിച്ചില്ലെങ്കിലോ എന്ത് സംഭവിക്കുമായിരിക്കും? നമ്മൾ പാപത്തിൽ വീണു പോകും, അല്ലേ? പാപത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധയോടുകൂടി പ്രമാണങ്ങൾ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ പിതാവായ ദൈവം മോചിപ്പിക്കുകയാണ്, അല്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? അത് ഉണ്ടല്ലേ? ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ. ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലാ? ആരുടെ നേതൃത്വത്തിലാ? അറിയാം, മോശയുടെ നേതൃത്വത്തിൽ, അല്ലേ? മോശയിലൂടെ ദൈവം പ്രവർത്തിച്ചു, അല്ലേ? മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുവാണ്. എങ്ങോട്ടാ അവരെ കൊണ്ടുപോകുന്നേ? എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എങ്ങോട്ടാ? കാനാൻ ദേശത്തിലേക്ക്, അല്ലേ? അപ്പോൾ അവർ കാനാൻ ദേശത്തേക്ക് മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടലൊക്കെ കടന്ന് കാനാൻ ദേശത്തേക്ക് പോവുക. അപ്പോൾ സീനായ് മരുഭൂമിയിലെത്തിയപ്പോൾ ദൈവം അവരുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചു. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റെഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. എന്താ ദൈവം അവരോട് പറഞ്ഞത്? എന്താ പറഞ്ഞത് ദൈവം അവരോട്? കർത്താവ് പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ അനുസരിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുവാണ്. എന്താ പറഞ്ഞത് ദൈവം? നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ എല്ലാ ജനങ്ങളിലും വെച്ച് നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഇസ്രായേൽക്കാരത് സമ്മതിച്ചു. കാരണം എന്താ? ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന അവരുടെ ദൈവമാണല്ലേ. അപ്പോൾ ദൈവം പറയുന്നത് അവരനുസരിക്കണം. അവരത് സമ്മതിച്ചു. അപ്പോൾ ദൈവം ഇസ്രായേൽക്കാരുടെ നേതാവായ മോശയെ സീനായ് മലയിലേക്ക് വിളിച്ചു. എങ്ങോട്ടാ? സീനായ് മലയിലേക്ക്. എന്നിട്ട് മോശയുടെ അടുക്കൽ ദൈവം
10 പ്രമാണങ്ങൾ നൽകി. ആ 10 പ്രമാണങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ? നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? നോക്കിക്കേ. From the burning bush, O Lord, you charged me to bring the people to this holy mountain, to behold your glory and receive your law. What have I left undone? Written with the finger of God. Go, get thee down, for my people have corrupted themselves. നിങ്ങൾ കണ്ടില്ലേ ദൈവം മോശയ്ക്ക് പ്രമാണങ്ങൾ നൽകുന്നത്? ഇത് ആർക്കു വേണ്ടിയിട്ടാ ദൈവം മോശയ്ക്ക് പ്രമാണങ്ങൾ കൊടുത്തത്? ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടല്ലേ? ഇസ്രായേൽ ജനം പാപത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന്, അല്ലെങ്കിൽ അവരുടെ സമഗ്ര വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയിട്ടാണ് ദൈവം മോശ വഴി പ്രമാണങ്ങൾ നൽകിയത്. ആ പ്രമാണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാ പ്രമാണങ്ങൾ? നോക്കിക്കേ. ഒന്നാമത്തെ പ്രമാണം എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. 2, കർത്താവിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അല്ലേ? 5, കൊല്ലരുത്. 6, വ്യഭിചാരം ചെയ്യരുത്. 7, മോഷ്ടിക്കരുത്. 8, കള്ളസാക്ഷ്യം പറയരുത്. 9, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ പ്രമാണങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടീച്ചറിനറിയാം. എന്നാലും മറന്നു പോയെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിച്ചോണം കേട്ടോ. നന്നായിട്ട് പഠിച്ചോണം. പ്രമാണങ്ങൾ ഏതൊക്കെ എവിടെ നിന്നാണെങ്കിലും നന്നായിട്ട് പറയാൻ പഠിക്കണം. 10 പ്രമാണങ്ങൾ, ദൈവം നൽകിയ 10 പ്രമാണങ്ങൾ. ഇനി ഈ 10 പ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കിക്കേ, ഒന്നാമത്തെ പ്രമാണത്തിലേക്ക് നോക്കിയേ. എന്താ ഒന്നാമത്തെ പ്രമാണത്തിൽ പറയുന്നേ? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഈ പ്രമാണം നമ്മൾ കേൾക്കുമ്പോൾ ഈ പ്രമാണത്തിൽ നമുക്ക് ആരുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നേ. ആരുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാ? പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ? നമുക്ക് ദൈവത്തോടുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് നോക്കിയേ. എന്താണ് രണ്ടാമത്തെ പ്രമാണം? കർത്താവിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. ഇതോ ആരുമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാ?
ഇതും ദൈവവുമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് തന്നെ അല്ലേ. മൂന്നാമത്തെ പ്രമാണം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇതും നമുക്ക് ദൈവവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആദ്യത്തെ 3 പ്രമാണങ്ങൾ മനുഷ്യർക്ക് ദൈവവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ 3 പ്രമാണങ്ങൾ എന്താ സൂചിപ്പിക്കുന്നത്? നമുക്ക്, അതായത് മനുഷ്യർക്ക് ദൈവവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി നോക്കിക്കേ, 4 മുതൽ 10 വരെയുള്ള 7 പ്രമാണങ്ങൾ എന്താ പറയുന്നേ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ഇതെല്ലാം നമുക്ക് പരസ്പരം, അതായത് നമുക്ക് മനുഷ്യർ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ പ്രമാണങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ 2 ഗ്രൂപ്പ് ആക്കുവാണ് അല്ലേ. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏതൊക്കെയാ വരുന്നേ? 1, 2, 3 പ്രമാണങ്ങൾ, അതായത് മനുഷ്യർക്ക് ദൈവവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രമാണങ്ങൾ. ബാക്കിയുള്ള 7 പ്രമാണങ്ങൾ, അതായത് 4 മുതൽ 10 വരെയുള്ള പ്രമാണങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നു. എന്താണ്? മനുഷ്യർ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ച് അല്ലേ. ഇനി ഈ പ്രമാണങ്ങളെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ പ്രമാണങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? എന്താണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനം? സ്നേഹമാണ്. എല്ലാ പ്രമാണങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഇനി നോക്കിക്കേ, ഈ 2 പ്രമാണങ്ങളെ നമ്മൾ 2 ഗ്രൂപ്പ് ആക്കിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 2 ഗ്രൂപ്പ് ആക്കിയപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പിൽ ഏത് സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നേ? ഏത് സ്നേഹത്തെക്കുറിച്ച് ആദ്യത്തെ ഗ്രൂപ്പിൽ പറയുന്നേ? ദൈവസ്നേഹത്തെക്കുറിച്ച് അല്ലേ. ദൈവസ്നേഹത്തെക്കുറിച്ച്. രണ്ടാമത്തെ ഗ്രൂപ്പിലോ സഹോദര സ്നേഹത്തെക്കുറിച്ച്. അപ്പോൾ പ്രമാണങ്ങളുടെ സാരാംശം എന്താണ്? 2 കാര്യങ്ങളാണല്ലേ. 1 ദൈവസ്നേഹം, 2 സഹോദര സ്നേഹം അല്ലേ. അപ്പൊ പ്രമാണങ്ങളുടെ അടിസ്ഥാനം, ദൈവപ്രമാണങ്ങളുടെ അടിസ്ഥാനം എന്നാൽ സ്നേഹമാണ്. എന്താണ് ദൈവപ്രമാണങ്ങളുടെ അടിസ്ഥാനം? സ്നേഹമാണ്. ദൈവപ്രമാണങ്ങളുടെ സാരാംശം എന്താണ്? ദൈവസ്നേഹവും സഹോദര സ്നേഹവും അല്ലേ. അപ്പോൾ ഈ പ്രമാണങ്ങളെ 10 കൽപ്പനകളെ 2ആയിട്ട് സംഗ്രഹിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം അല്ലേ. അതല്ലേ നമ്മൾ ആദ്യത്തെ 3 പ്രമാണങ്ങളിലൂടെ പഠിക്കുന്നേ? അതെ അല്ലേ. ബാക്കിയുള്ള 7 പ്രമാണങ്ങളിൽ എന്താ പഠിക്കുന്നേ? സഹോദര സ്നേഹം. അപ്പോൾ 2ആയി സംഗ്രഹിക്കുന്നതിലെ രണ്ടാമത്തേത് എന്താണ്? തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്രമാണങ്ങളുടെ അർത്ഥത്തെക്കുറിച്ചാണ് അല്ലേ. പ്രമാണങ്ങൾക്ക് ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഓരോ പ്രമാണങ്ങളുടെയും ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ പ്രമാണങ്ങളെ ശരിയായ രീതിയിൽ പാലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അർത്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രമാണങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഒരർത്ഥം മാത്രമല്ല ഉള്ളത്. അതായത് പ്രമാണങ്ങൾക്ക് വാച്യാർത്ഥം മാത്രമല്ല ഉള്ളത്, പിന്നെയോ ഒരു ആന്തരികമായ അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ പ്രമാണങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ആന്തരികമായ അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, ഈ പ്രമാണങ്ങളെയൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, എല്ലാ പ്രമാണങ്ങളുടെയും അവസാനം, കുറേ പ്രമാണങ്ങളുടെ അവസാനം അരുത് എന്ന് അവസാനിക്കുന്നുണ്ട്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് അല്ലേ. ഈ പ്രമാണങ്ങളുടെയൊക്കെ അവസാനങ്ങളിൽ അരുത് എന്നാണ് വരുന്നത് അല്ലേ. ഈ അരുത് എന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും അവസാനം അരുത് എന്ന് വരുന്നത്? എല്ലാത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുകയാണോ ഈ പ്രമാണങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം അല്ലേ. പക്ഷെ അങ്ങനെയല്ല, അത് മാത്രമല്ല അർത്ഥം. ഉദാഹരണം പറഞ്ഞു തരാം. കൊല്ലരുത് എന്ന പ്രമാണം, കൊല്ലരുത് എന്ന് പറയുമ്പോൾ കൊല്ലരുത് എന്ന് മാത്രമല്ല ആ പ്രമാണത്തിൻ്റെ അർത്ഥം. ശരിയായ അർത്ഥം കൊല്ലരുത് എന്ന് മാത്രമല്ല, പിന്നെയോ മനുഷ്യജീവനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണം എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. ജീവനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അർത്ഥമുണ്ട്. അതുപോലെ മോഷ്ടിക്കരുത് എന്ന പ്രമാണം, മോഷ്ടിക്കരുത് എന്ന് മാത്രമല്ല അതിനർത്ഥം, പിന്നെയോ വസ്തുക്കളോടും വ്യക്തികളോടും ആദരവ് പുലർത്തണമെന്നും അർത്ഥമുണ്ട്. പിന്നെ സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ കൂടി ഇതിനർത്ഥമുണ്ട്. അപ്പോൾ പ്രമാണങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു അർത്ഥം മാത്രമല്ല ഉള്ളതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അതിനൊരു ആന്തരികമായ അർത്ഥമുണ്ട് ഓരോ പ്രമാണങ്ങൾക്കും. അപ്പോൾ നമ്മൾ ഈ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അതിൻ്റെ ആന്തരികമായ അർത്ഥം കൂടി അറിഞ്ഞു വേണം നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട്. പ്രമാണങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും, ദൈവം നമുക്കായി പ്രമാണങ്ങൾ നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. നമ്മളത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അല്ലേ. പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ ദൈവം നമുക്ക് പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്? അതെ. അപ്പോൾ ഈ പ്രമാണങ്ങൾ പകർത്തണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ശരിയായ അറിവ് നമുക്ക് വേണ്ടേ?
പഴയ നിയമത്തിലൂടെയാണ് പ്രമാണങ്ങൾ നമുക്ക് നൽകപ്പെട്ടത്. അത് നമ്മൾ പഠിച്ചു ഇല്ലേ? മോശയിലൂടെ പഴയ നിയമത്തിലാണ് പ്രമാണങ്ങൾ നമുക്ക് നൽകപ്പെട്ടത്. ആ പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ട പ്രമാണങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നത് എവിടെയായിരിക്കും? പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ആരെയാ? ഈശോയെ അല്ലേ? അപ്പൊ പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ട പ്രമാണങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നത് എവിടെയായിരിക്കും? തീർച്ചയായും നമുക്കറിയാം, പുതിയ നിയമത്തിൽ അല്ലേ? പുതിയ നിയമത്തിലൂടെയാണ് പ്രമാണങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, പ്രമാണങ്ങളെ ഇല്ലാതാക്കാനല്ല, പിന്നെയോ പൂർണ്ണമാക്കാനാണ് ഞാൻ വന്നത് എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് അല്ലേ? സുവിശേഷത്തിൽ പലയിടത്തും ഈശോ പറയുന്നുണ്ട് പ്രമാണങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റി. അപ്പോൾ പ്രത്യേകിച്ച് പല ഉദാഹരണങ്ങൾ സുവിശേഷത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് 2 ഉദാഹരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട് പ്രമാണങ്ങൾ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ധനവാനായ ഒരു യുവാവ് ഈശോയുടെ അടുത്തെത്തി ഈശോയോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ ഈശോ എന്താ മറുപടി പറയുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നോക്കിക്കേ നിങ്ങൾ. Good master, what good things shall I do that I may have eternal life? Why callest thou me good? There is none good but one, that is God. But if thou wilt enter into life, keep the commandments. Which? Thou shalt do no murder. Thou shalt not commit adultery. Thou shalt not steal. Thou shalt not bear false witness. Honor thy father and thy mother. And thou shalt love thy neighbor as thyself. All these things I have kept from my youth up. What lack I yet? One thing thou lackest. If thou wilt be perfect, go and sell that thou hast, and give to the poor, and thou shalt have treasure in heaven. And come, and follow me. Verily I say unto you, it is easier for a camel to go through the eye of a needle than for a rich man to enter into the kingdom of God. Who then can be saved? With man this is impossible, but with God all things are possible. കണ്ടോ നിങ്ങൾ? ഈശോ എന്താ ധനവാനായ യുവാവിനോട് പറയുന്നേ? എന്താ പറയുന്നേ? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് നന്മയാ പ്രവർത്തിക്കേണ്ടതെന്ന് ആ ധനികനായ യുവാവ് ചോദിച്ചത്. അപ്പൊ ഈശോ പറയാണ്, ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമ പണ്ഡിതൻ ഈശോയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഈശോയോട് ചോദിക്കുകയാണ്, എന്താ ചോദിച്ചേ? ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന എന്താണ്? അപ്പോൾ ഈശോ എന്താണെന്നറിയാവോ അയാളോട് മറുപടി പറയുന്നേ? എന്താണ്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. എന്താണ്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇത് കാണുന്നു. ഇവിടെ ഈശോ പറഞ്ഞത്, നിയമപണ്ഡിതനോട് പറഞ്ഞത് എന്തൊക്കെ സ്നേഹത്തെക്കുറിച്ചാ? ഏതൊക്കെ സ്നേഹത്തെക്കുറിച്ചാ? 2 കാര്യങ്ങളാണല്ലേ അവിടെ ഈശോ പറഞ്ഞത്? ദൈവസ്നേഹവും സഹോദര സ്നേഹവും അല്ലേ? അത് തന്നെയല്ലേ പഴയ നിയമത്തിൽ പിതാവായ ദൈവം നമുക്ക് നൽകിയ കൽപ്പനകളിലും പറയുന്നത്? ദൈവസ്നേഹവും സഹോദര സ്നേഹവും അല്ലേ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? മലയിലെ പ്രസംഗം. ഈശോ ജനക്കൂട്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരോട് പറയാണ്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം
21, 22 വാക്യങ്ങളിൽ നമ്മൾ കാണുവാണ്. അതായത് നിങ്ങൾ കുട്ടികളാണ്, ചിലപ്പോൾ കൂട്ടുകാരുമായിട്ട് ചെറിയ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുമ്പം എത്രയാണേലും ചെറിയ ഒരു സ്നേഹബന്ധത്തിൽ ചെറിയൊരു വിള്ളൽ വീണു എന്നല്ലേ അതിനർത്ഥം, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പം. അതായത് അതിനർത്ഥം എന്താണ്? കോപം എന്ന് പറഞ്ഞാൽ കോപം ഉണ്ടാവുന്നിടത്ത് ആ സ്നേഹബന്ധത്തിൽ ചെറിയൊരു വിള്ളൽ വീണു അല്ലേ? ആ ചെറിയ വിള്ളൽ പോലും, സ്നേഹബന്ധത്തിൽ ഉണ്ടാവുന്ന ചെറിയ വിള്ളൽ പോലും കൊല്ലരുത് എന്ന പ്രമാണത്തിന്റെ ഗണത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ പ്രമാണ ലംഘനമാണ് എന്നാണ് ഈശോ പഠിപ്പിച്ചത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തിന്മയെ തിന്മ കൊണ്ട് ജയിക്കുന്നതാണ് പഴയ നിയമത്തിൽ കാണുന്നത്. അതായത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അങ്ങനെയായിരുന്നു അല്ലേ? പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോഴോ ഈശോ എന്താ പഠിപ്പിക്കുന്നേ? തിന്മ ചെയ്യുന്നവരോട് തിരികെ തിന്മ ചെയ്യാനാണോ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നേ? ആണോ? അല്ലല്ലേ. പിന്നെയോ, തിന്മ ചെയ്യുന്നവർക്ക് പകരം നന്മ ചെയ്യണം, ശത്രുക്കളെ സ്നേഹിക്കണം, അതല്ലേ ഈശോ നമ്മളെ പഠിപ്പിച്ചത്? അതെ അല്ലേ? നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? നമ്മളെ ഉപദ്രവിക്കുന്നവരെ തിരിച്ചുപദ്രവിക്കുന്നതിൽ നമ്മൾ ശരിയായ അർത്ഥം കാണരുത് അല്ലേ? നമ്മളെ ഉപദ്രവിക്കുന്നവരിൽ, അല്ലെ നമ്മളെ ദ്വേഷിക്കുന്നവരിൽ, നമ്മളെ സങ്കടപ്പെടുന്നവരിൽ അവരെ തിരിച്ചു ദ്വേഷിക്കുന്നവരാവാതെ അവർക്ക് നന്മ ചെയ്യാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പ്രമാണം അനുസരിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പ്രമാണം അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രമാണം അനുസരിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് ഈ ഒരേ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഈശോ പുതിയ നിയമത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ഒരേ ഒരു കാര്യമാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം, അതോടൊപ്പം ആരെയും സ്നേഹിക്കണം? സഹോദരങ്ങളെയും സ്നേഹിക്കണം അല്ലേ? ധനികനായ യുവാവിനോടും നിയമപണ്ഡിതനോടും ഒക്കെ ഈശോ പറഞ്ഞത് അതാണ്. ദൈവത്തെ സ്നേഹിക്കണം, അല്ലെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കണം. പ്രമാണങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടുമുള്ള ശരിയായ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റണം എന്നാണ് അതിനർത്ഥം. അതായത് പ്രമാണം അനുസരിക്കുന്ന ഒരു വ്യക്തി, പ്രമാണങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാതിരുന്നാൽ അവൻ പ്രമാണങ്ങൾ അനുസരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുമോ? ദൈവത്തെ സ്നേഹിക്കാത്തവൻ പ്രമാണങ്ങൾ അനുസരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ? അതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ കാണപ്പെടുന്ന സഹോദരങ്ങളെ ആരെയും സ്നേഹിക്കുന്നില്ല, ചുറ്റുമുള്ളവരെ എല്ലാവരെയും വെറുക്കുന്നു, ചുറ്റുമുള്ള എല്ലാവരോടും ദേഷ്യത്തോടെ പെരുമാറുന്നു. അങ്ങനെ ഒരാൾ പ്രമാണം അനുസരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലേ? അപ്പോൾ ദൈവത്തെയും സഹോദരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണം. അതാണ് പ്രമാണം പാലിക്കുന്നവന്റെ യഥാർത്ഥ ലക്ഷണം അല്ലേ? പ്രമാണങ്ങൾ പാലിക്കുമ്പോൾ നമ്മൾ ദൈവത്തെയും സഹോദരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:10 നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ഈശോ പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാന്റെ സുവിശേഷം 15:10 അല്ലേ? അപ്പോൾ നമ്മൾ കൽപ്പനകൾ എപ്പോഴും അനുസരിക്കുന്നവരാകണം, എന്നാലേ നമ്മൾ ദൈവമക്കളാകുകയുള്ളൂ എന്നാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. വചനം എപ്പോഴും നിങ്ങൾക്ക് ഇനി മുതൽ ശ്രദ്ധിക്കണം, വചനം എപ്പോഴും എന്താണ്? നമുക്ക് അനുഗ്രഹമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുട്ടികളാണ്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഇപ്പോൾ വീട്ടിലൊക്കെ ഒരുപാട് സമയം വെറുതെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വചനം എഴുതുന്ന സ്വഭാവം ഉണ്ടാക്കുക, അതുപോലെ വചനം ചൊല്ലി പഠിക്കുന്നത്, വചനം ഉരുവിട്ട് പഠിക്കുന്നത്, ഇതൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരും. വചനങ്ങളിലൂടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വചനം കാണാതെ പഠിക്കണം. യോഹന്നാൻ 15:10 എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ വചനം പഠിക്കുന്നവരായിട്ട്, വചനം ഉരുവിടുന്നവരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ ഇന്ന് എന്താ ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്? ഒന്നാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? നമുക്കൊന്ന് ഓർത്ത് നോക്കാം. എന്താണ് പഠിച്ചത്? പ്രമാണങ്ങളെക്കുറിച്ച് അല്ലേ? 10 പ്രമാണങ്ങൾ നിർബന്ധമായും ഇന്ന് തന്നെ 10 പ്രമാണങ്ങൾ ഒരു തെറ്റും കൂടാതെ പഠിച്ചിരിക്കണം കേട്ടോ. 10 പ്രമാണങ്ങൾ പഠിച്ചു. അതുപോലെ ദൈവകൽപ്പനകളുടെ അടിസ്ഥാനം എന്താണെന്ന് പഠിച്ചു. എന്താ ദൈവകൽപ്പനകളുടെ അടിസ്ഥാനം? പറഞ്ഞേ. സ്നേഹമാണല്ലേ? ദൈവപ്രമാണങ്ങളുടെ സാരാംശം എന്താണെന്ന് പഠിച്ചു. എന്താ? ദൈവസ്നേഹവും സഹോദര സ്നേഹവും അല്ലേ? 10 കൽപ്പനകളെ 2ആയി സംഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പിന്നെ എന്താണ്? പ്രമാണങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന അർത്ഥം മാത്രമല്ല ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആന്തരികമായ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ ഈശോ പറഞ്ഞ വചനങ്ങൾ നമ്മൾ പഠിച്ചു. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. മക്കൾ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കണം കേട്ടോ. എപ്പോഴും വചനങ്ങൾ ഉരുവിടുന്നവരും എപ്പോഴും തനിയെ പ്രാർത്ഥിക്കുന്നവരും, വീട്ടിൽ പ്രാർത്ഥിക്കുന്നതല്ലാതെ തനിയെ അല്പസമയം ഒറ്റയ്ക്കിരിക്കാൻ സമയം കിട്ടിയാൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന സമയത്തോടൊപ്പം അല്പസമയം 1 മിനിറ്റെങ്കിലും സ്വന്തമായി ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നവരായിട്ട് മാറണം. നമുക്കൊന്നിപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ.
കൽപ്പനകളിലൂടെ നിത്യജീവന്റെ മാർഗം ഞങ്ങളെ പഠിപ്പിച്ചു തന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ തിരിച്ചറിഞ്ഞ കൽപ്പനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരായ മക്കളായി വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് വീട്ടിലിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കണം. ഇനി വരുന്ന പാഠങ്ങളിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഓരോ പ്രമാണങ്ങളെ കുറിച്ചുമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ 10 പ്രമാണങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ ഓരോ പാഠത്തിൽ ഓരോ പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കും. അപ്പൊ അതിനുവേണ്ടി തയ്യാറായിരിക്കണം. പുസ്തകമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പുസ്തകമൊക്കെ വായിക്കണം, നോട്ട്ബുക്കൊക്കെ എടുത്ത് എല്ലാം പഠിച്ച് റെഡി ആയിരിക്കണം. നല്ല മക്കളായിട്ടിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാവണം. എപ്പോഴും വചനം അനുസരിക്കുന്നവരാവണം. അല്ലെ, വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാവണം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.